CPIM പറവൂർ ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPIM ഏരിയ സെക്രട്ടറി TR ബോസ് ഉദ്ഘാടനം ചെയ്തു. പറവൂർ നഗരസഭയിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുക, മഴക്കാല പൂർവ്വ ശുചീകരണം അടിയന്തരമായി ആരംഭിക്കുക, സഞ്ചരിക്കുന്ന ആശുപത്രി ഉടൻ ആരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് CPIM ടൗൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുനിസിപ്പൽ ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത്. CPIM പറവൂർ ഏരിയ സെക്രട്ടറി TR ബോസ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TV നിധിൻ, KA വിദ്യാനന്ദൻ, NS അനിൽകുമാർ, MR റീന, CP ജയൻ, AP ഏഞ്ചൽ എന്നിവർ സംസാരിച്ചു. മാലിന്യങ്ങൾ നീക്കം ചെയ്ത്, കാണുകൾ ക്ലീൻ ചെയ്ത്, തോടുകൾ ക്ലീൻ ചെയ്ത് ഫലപ്രദമായ രീതിയിൽ മഴക്കാലത്ത് നേരിടാനുള്ള, വെള്ളക്കെട്ടിന് നേരിടാനുള്ള, ജനങ്ങൾക്ക് ദുരിതം സംഭവിക്കാതിരിക്കാനുള്ള, പകർച്ചവ്യാധികൾ പടരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് മാസമെന്ന് കഴിഞ്ഞു. തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ കത്തിൽ കൂടെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ചെയർപേഴ്സണോ വൈസ് ചെയർമാനോ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കോ ഒന്നിനും അതിനുള്ള സമയമില്ല. ഇവരിങ്ങനെ ഇന്നോവ കാറിൽ ഇങ്ങനെ കറങ്ങി കിടക്കുക. ആ കാറിന്റെ കഥ അതിലും കത്താണോ? അതിന്റെ ഇൻഷുറൻസ് അടയ്ക്കാന്ന് പറയണം. നിങ്ങൾ കറങ്ങിടക്കുന്ന, നിങ്ങൾ AC ഇട്ട് കറങ്ങിടക്കുന്ന കാറാണല്ലോ ഇന്നോവ കാറ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയപ്പോ ആ വണ്ടി ഒന്ന് ഇടിച്ചപ്പോഴാണ് അതിന് ഇൻഷുറൻസ് പോലും നടത്തിയിട്ടില്ല. അപ്പൊ എത്ര വലിയ ഭരണോട് നടക്കണം. ഇത് കയ്യിൽ കാശ് മുടക്കി നമ്മുടെ ചെയർപേഴ്സൺ നന്നാക്കിയേക്കുന്ന കാറ്. സ്വന്തം യാത്ര ചെയ്യുന്ന വാഹനത്തിന്റെ ഇൻഷുറൻസ് തീർന്നിരിക്കുകയാണെന്നും അത് പുതുക്കിയടയ്ക്കണമെന്നും പോലും പരിശോധിപ്പിക്കാൻ സാധിക്കാത്ത അത്ര വലിയ ദുർഭരണമാണ് ഈ നഗരത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായി പറവൂർ നഗരത്തിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ വാഹനമില്ല. ഇന്നിപ്പോ ഒരു വാഹനം കൊണ്ടിട്ടുണ്ട് ആളെ പറ്റിക്കാൻ വേണ്ടി. കഴിഞ്ഞ ദിവസം കൗൺസിലിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചപ്പോ ഈ വാഹനം എടുത്ത് ഇവിടെ ഇട്ടേക്കായിരുന്നു. ഇപ്പൊ ഇന്ന് ഈ സമരം വന്നപ്പോ നമ്മളൊക്കെ കണ്ടോട്ടെ, വേണമെങ്കിൽ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരെയും കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ടൊരു വാഹനം അവിടെ പോയി. അത് ഓടുകയൊന്നുമില്ല, ആളെ പറ്റിക്കാൻ ഇട്ടേക്കുന്നതാ. ഒരു അലൂമിനിയം ബോഡി കയറ്റി 4 വാഹനങ്ങൾ അഡ്വക്കേറ്റ് NLEയുടെ കാലത്ത് മേടിച്ചതുൾപ്പെടെ ഇപ്പോഴുള്ള ലക്ഷക്കണക്കിന് രൂപ സർക്കാർ നൽകിയ പദ്ധതി പണം ഉപയോഗിച്ച് മേടിച്ച പണം കൊണ്ട് മേടിച്ച 4 വാഹനങ്ങൾ 4ഉം കേടായി കിടക്കുക. ഒരു വാഹനം കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് കംപ്ലൈന്റ് ആയത്. ഐഷർ വാഹനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നഗരനിവാസികളോട് പറയേണ്ട കാര്യമില്ല. ഒരു ഐഷർ വാഹനം എപ്പോഴും ഓടും മാലിന്യം എടുക്കാനായിട്ട്. തോട് ക്ലീൻ ചെയ്ത് വെച്ചാൽ ജംഗ്ഷനുകളിലെ മാലിന്യമൊക്കെ കൊണ്ടുപോയി വെടിമറൽ ഡംപിംഗ് ഗ്രൗണ്ടിൽ ഇടുന്ന വാഹനം. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് വണ്ടി ആക്സിഡന്റ് ആയിട്ട് 5ാമത്തെ വർഷമാണ്. ഒരു വർക്ക്ഷോപ്പിൽ പോയി ഒരു നഗരസഭയുടെ ലക്ഷക്കണക്കിന് രൂപയുടെ വിലപിടിപ്പുള്ള വാഹനം ഒന്ന് റിപ്പയർ ചെയ്തെടുക്കാനുള്ള ശേഷിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കോൺഗ്രസ്, എന്തിനാണ് ചെയർപേഴ്സൺ നിങ്ങൾ ഈ കസേരയിൽ കയറിയിരിക്കുന്നത്?